I have confidence in ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇത് പറഞ്ഞത് ഞാനല്ല, അമർപ്രീത് സിംഗ് എന്ന നമ്മുടെ എയർഫോഴ്സിൻ്റെ ചീഫാണ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫ്. അതിനപ്പുറത്ത് ഉദ്യോഗസ്ഥനില്ല, പട്ടാളക്കാരനില്ല ഇന്ത്യൻ എയർഫോഴ്സിൽ. അദ്ദേഹം ഇത് പറഞ്ഞത് 2025 എയ്റോ ഷോ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ നടന്നപ്പോൾ അതിൽ ഒരു വിമാനം നമ്മളുടെ എയർഫോഴ്സ് ചീഫ് പറത്തും. ആ ചടങ്ങിനിടയ്ക്കാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പവലിയനിൽ വെച്ചാണ് അവരുടെ അടിവയറിന് ഒരൊറ്റ തൊഴി ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് കൊടുക്കുന്നത്. അവർ ഞെട്ടിപ്പോയി, വാസ്തവത്തിൽ രാജ്യം തന്നെ ഞെട്ടിപ്പോയി. ബട്ട് സംഹൗ കേരളത്തിൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. രാജ്യസുരക്ഷ ഒരിക്കലും കേരളത്തിന് വിഷയമായിട്ടില്ല, അതുകൊണ്ട് അതാരും ചർച്ച ചെയ്തില്ല. അങ്ങനെ ചെറിയൊരു വാർത്തയായിട്ടോ മറ്റോ പോയി. ഇത് വാസ്തവത്തിൽ അദ്ദേഹം പത്രക്കാരോടായിട്ട് പറഞ്ഞതല്ല കേട്ടോ. അദ്ദേഹം അവിടെ കൂടി നിന്നവരോട് പറഞ്ഞപ്പോൾ ഒരു യൂട്യൂബർ ഇത് ക്യാച്ച് ചെയ്യുമായിരുന്നു, സമർത്ഥനായൊരു യൂട്യൂബർ. അയാളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, കാരണം അയാൾ ദേശസ്നേഹിയായ ഒരു യൂട്യൂബറാണ് എന്ന് ഞാൻ കരുതുന്നു. അയാൾ ഇത് പുറത്തു വിട്ടപ്പോൾ പിന്നെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന് ഇത് ശരിവയ്ക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, മീഡിയ വെറുതെ ബഹളം വയ്ക്കേണ്ട, ഞാനൊരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 40 വർഷം കൊണ്ട് 40 തേജസ് വിമാനം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ എന്ത് പ്രയോജനം? അവർക്ക് 110 എക്സ്ക്യൂസസ് പറയാനുണ്ടാകും. ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, ആ ഫയൽ നീങ്ങിയില്ല, ഈ ഫയൽ നീങ്ങിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 42 സ്ക്വാഡ്രൺ വിമാനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു സ്ക്വാഡ്രൺ എന്ന് വെച്ചാൽ 16 വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റ്സ്. ഇതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒഫീഷ്യലി കടലാസിലുള്ളത് 31, യഥാർത്ഥത്തിലുള്ളത് 27. ഈ പഴയ മിഗ്, മിറാഷ് എന്നൊക്കെ പറയുന്ന വിമാനങ്ങളൊക്കെ കണ്ടം ചെയ്ത് കളയേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ അത് കളയാൻ പറ്റുന്നില്ല എയർഫോഴ്സിന്. അതുകൊണ്ട് കടലാസിൽ 31 സ്ക്വാഡ്രൺ നമ്മുടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ 2016 എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഓടിപ്പാഞ്ഞ് ബഹളമൊക്കെ വെച്ച് ഫ്രാൻസുമായിട്ട് കരാറുണ്ടാക്കി 36 റഫാൽ വിമാനങ്ങൾ വാങ്ങിയത് എന്തുകൊണ്ടാണ്? അതിന് നമ്മുടെ രാഹുൽ ഗാന്ധി പാര വയ്ക്കാനും ഇറങ്ങി, സുപ്രീം കോടതിയുടെ കൂടെ കൂടി കുറേ ഇട്ട് തട്ടിക്കളിച്ചു, അവസാനമൊന്നും കണ്ടില്ല. ഒടുവിൽ ആ വിമാനങ്ങൾ വാങ്ങിച്ചു. ഇപ്പോൾ നമ്മൾ വീണ്ടും 20 റഫാൽ വിമാനങ്ങൾ, അത് നേവിക്ക് വേണ്ടിയിട്ടാണ്, അത് വാങ്ങാനുള്ള കരാറും ഏർപ്പെടുത്തി. അങ്ങനെ ഇവിടെ ഫ്രാൻസിൽ പോയിട്ടാണ് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നത്. ഇതുണ്ടാകാനുള്ള കാരണം എന്താ? HALൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സുനിൽ, ഇദ്ദേഹം പറയുന്നത് 1998 പൊഖ്റാൻ 2 നമ്മൾ അണുവിസ്ഫോടനം പരീക്ഷണം നടത്തിയല്ലോ, അതേ തുടർന്ന് വിദേശ രാജ്യങ്ങൾ, അമേരിക്ക അടക്കം നമുക്ക് സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. ആ സാങ്ഷൻസിൽ ഈ തേജസ് വിമാനത്തിനുള്ള ജനറൽ ഇലക്ട്രിക് തരാനുള്ള എൻജിൻ പെട്ടുപോയി. ജനറൽ ഇലക്ട്രിക് എൻജിൻ തന്നില്ല. ഇന്ന് 27 വർഷത്തിന് ശേഷം ഈ പരമരഹസ്യം ഈ മനുഷ്യൻ പുറത്തുവിടുകയാണ്. 27 വർഷം ജനറൽ ഇലക്ട്രിക് എൻജിൻ തരാതെ വെച്ചുകൊണ്ടിരുന്നു. ഇത് ജനറൽ ഇലക്ട്രിക് തന്നില്ലെങ്കിൽ നമ്മൾ വിമാനം ഉണ്ടാക്കുകയില്ലേ? അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് അടച്ചു പൂട്ടാൻ പോവുകയാണ് ജനറൽ ഇലക്ട്രിക് ഒരു എൻജിൻ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഫോറിൻ കമ്പനി നിങ്ങൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്താണ് ഈ ഓർഡർ കൊടുക്കുന്നത്. അത് വേറെ ചില പൊളിറ്റിക്കൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം, ബട്ട് അതവർക്ക് 98 മുതൽ പിടിച്ചു വയ്ക്കാനൊന്നും സാധ്യതയില്ല. ഇനി പിടിച്ചു വെച്ചെങ്കിൽ തന്നെ ഏറിയാൽ 6 മാസം. അത് കഴിയുമ്പോൾ നിങ്ങൾ വേറെ എൻജിൻ വാങ്ങണ്ടേ? വേറെ സ്പെസിഫിക്കേഷൻ ആകുമായിരിക്കാം, ആയിക്കോട്ടെ. വേറെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഇന്നും നിങ്ങൾ ജനറൽ ഇലക്ട്രിക്കിൻ്റെ എൻജിൻ വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണെന്നാണോ ഈ കഥ നാട്ടുകാർ വിശ്വസിക്കണമെന്നാണോ മിസ്റ്റർ സുനിൽ കരുതുന്നത്? ഐ ഡോണ്ട് നോ. വാസ്തവത്തിൽ എനിക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. എനിക്ക് പ്രയാസമുണ്ട് ഇതൊക്കെ പറയാൻ. കാരണം
ഇതുപോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. ഇതുപോലെ അല്ലെങ്കിൽ വേറെ ഫീൽഡായിരുന്നു. എനിക്കറിയാം പൊതുമേഖലയിലെ കളികളൊക്കെ, ഓരോ ഫയൽ നീങ്ങുന്നതും എങ്ങനെയാണെന്നും എല്ലാം. പക്ഷേ ഇതൊന്നും എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന് ബാധകമല്ല. നമ്മൾ ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ഭാരതത്തിൻ്റെ സുരക്ഷയാണ്, അല്ലേ? ഇദ്ദേഹം പറന്ന് ആകാശത്ത് നിന്ന് കഴിയുമ്പോൾ വിമാനം മുന്നോട്ടിനി പോവില്ല എന്നുള്ള സ്ഥിതി, അങ്ങനെയുള്ളൊരു വിമാനമാണോ കൊടുത്തുവിടാൻ പോകുന്നത്? പട്ടാളക്കാരെ നിങ്ങൾ അതിർത്തിയിലേക്ക് പൊക്കോ, തോക്ക് ഞാൻ പുറകെ കൊടുത്തുവിടാം എന്ന് പറയുക. എന്നിട്ട് ഉണ്ടയില്ലാത്ത തോക്ക് കൊടുക്കുക. ഉണ്ട അമേരിക്കയിൽ നിന്ന് വന്നില്ല ചേട്ടാ, തൽക്കാലം തോക്കിരിക്കട്ടെ എന്ന് പറയുക. ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ? എന്തൊരു നാണക്കേടാണിത്! എത്ര വലിയ മനുഷ്യനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. എത്രയോ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ്. എന്തൊരു ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്ക എൻജിൻ തന്നില്ല, അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമെല്ലാം അങ്ങ് നിർത്തിവെച്ചു. നരേന്ദ്രമോദി പോയി എവിടുന്നെങ്കിലും വിമാനം മേടിച്ചോ? ഇതാണോ? വാസ്തവത്തിൽ ഈ തേജസിൻ്റെ സെക്കൻഡ് റിവൈസ്ഡ് MK2 അങ്ങനെ എന്തോ, ഇതിന് ഒരുപാട് നമ്പറുകളൊക്കെ ഉണ്ടല്ലോ. ഈ സാധനത്തിനും ഇന്ത്യൻ എയർഫോഴ്സ് ഓർഡർ കൊടുത്തു. അതും ഡെലിവർ ചെയ്തിട്ടില്ല. അത് 2024 മറ്റോ കൊടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ 2028 തരാമെന്നൊക്കെ പറയുന്നു. ആദ്യത്തേത് തന്നെ തീർന്നിട്ടില്ല, രണ്ടാമത്തത് ഇനി എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൂടാതെ ആംക എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരു വേർഷൻ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അതാണ് ആംക. ഈ ആംക HALൻ്റെ ഇപ്പോഴത്തെ കമ്മിറ്റ്മെൻ്റ് അനുസരിച്ച് വരാൻ പോകുന്നത് തന്നെ 2036 ഇപ്പം തന്നെ പറയുന്നത് 2036 തരാമെന്നാണ്. അതെപ്പോൾ കിട്ടുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവിടെ നിന്നൊരു മിനിമം 25 കൊല്ലം കൂടെ പിടിച്ചോ. ഇപ്പോൾ 2050 2055 ആകുമ്പോൾ ഒരു വിമാനം കഷ്ടിച്ച് ഉന്തിയും തള്ളിയും പെറുക്കിയും ഉണ്ടാക്കി. ഇന്ത്യയുടെ ഡിഫൻസാണ് ഇട്ട് കളിക്കുന്നത് കേട്ടോ. എന്നിട്ടിപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ F-35 തരാം. അത് നല്ലൊരു ഓഫറാണ്, അതേസമയം വലിയ അപകടവുമാണ്. കാരണം F-35 അമേരിക്കൻ പോളിസി അനുസരിച്ച് നാറ്റോ രാജ്യങ്ങൾക്ക് മാത്രമേ അവർ വിൽക്കുകയുള്ളൂ. പ്ലസ് ഇസ്രായേൽ ആൻഡ് ജപ്പാൻ, ഇത്രയും പേർക്കേ അവർ കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് കൊടുക്കില്ല എന്നാണ് തീരുമാനം. ഇപ്പോൾ ട്രംപ് ആ തീരുമാനം മാറ്റാൻ തയ്യാറായത് ട്രംപിന് കാശ് വേണം, അതുകൊണ്ടാണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ് F-35 ഒക്കെ. 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയും. ശരിയാണ്, 5th ജനറേഷൻ എയർക്രാഫ്റ്റാണ്. സകല റഡാറിൻ്റെയും കണ്ണ് വെട്ടിച്ചു പോയി ആക്രമിക്കാൻ കെൽപ്പുള്ളതാണ്. അതിനെ അക്കമ്പനി ചെയ്യാൻ അധികം വിമാനങ്ങൾ വേണ്ട. ഈ യുദ്ധവിമാനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു വിമാനം മാത്രമായിട്ട് പുറപ്പെട്ടാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകമ്പടി സേവിക്കുന്ന 3, 4, 5, 6 ഒക്കെ വിമാനങ്ങളൊക്കെ വേണം. റെക്കഗ്നൈസൻസ് ഫ്ലൈറ്റ്, മറ്റേ അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈൽ വരികയാണെങ്കിൽ അത് നേരത്തെ വാർണിംഗ് കൊടുക്കാൻ, ഈ ഫങ്ഷൻസ് എല്ലാം ഒരുമിച്ച് ചേർത്താണ് F-35 ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ F-35 ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രഞ്ച് വിമാനങ്ങളുമായിട്ടും റഷ്യൻ വിമാനങ്ങളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ താമസിക്കും. ഇലക്ട്രോണിക് മാച്ചിങ് വരണമല്ലോ എല്ലാവുമായിട്ട്. ഇതുകൂടാതെ അമേരിക്കയുടെ ഈ കണ്ടീഷനും ഉണ്ടാകും, നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കരുത്, ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ വിമാനം എടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഒരു കാറ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ സ്വന്തമാണില്ല. അങ്ങനെയല്ല ഫൈറ്റർ ജെറ്റിൻ്റെ കണ്ടീഷൻ. ഫ്രാൻസൊക്കെ തന്നിരിക്കുന്നത് കണ്ടീഷനൊന്നും ഇല്ലാതെയാണ്. ബട്ട് അമേരിക്ക തരുന്നത് അങ്ങനെയല്ല. അമേരിക്ക വിമാനമൊക്കെ തരും, ബട്ട് അതിൻ്റെ മെയിൻ്റനൻസ് മൊത്തം അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കും. അമേരിക്കയിലാണെങ്കിൽ പ്രസിഡൻറ്റ് മാറുമ്പോൾ പോളിസി മാറുന്ന സ്വഭാവവും ഉണ്ട് താനും. അതായത് 4 വർഷത്തേക്കാണ് അമേരിക്കയുടെ വാക്ക്. 4 വർഷം കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വാക്കൊന്നും തന്നിട്ടില്ല, മറ്റേ ആൾ തന്ന വാക്ക് അയാളോട് തീർന്നു എന്ന് പറയും. അങ്ങനെയാണ് ഈ ജോ ബൈഡൻ്റെ തീരുമാനം മുഴുവൻ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചാക്കുന്നത് കണ്ടില്ലേ. അവർക്കിതിനൊന്നും യാതൊരു മടിയില്ല. തോന്നിയാസം കളിക്കുന്ന ആൾക്കാരാണ് അമേരിക്കക്കാർ. ഭൂമിയിൽ ഡിഫൻസ് കാര്യത്തിന് വിശ്വസിക്കാൻ കൊള്ളാത്ത ഏറ്റവും വലിയ രാജ്യം അമേരിക്കയാണ്. അവൻ്റെ കാര്യം സാധിക്കാനായിട്ട് അവൻ എന്തും ചെയ്യും. ആകാശം ഭൂമിയിൽ ഇറക്കി തരാമെന്ന് പറയും, പിറ്റേ ദിവസം പറയും ഇല്ലാതെ തരാൻ പറ്റില്ല എന്ന് പറയും. ഒരു കരുണയും ഇല്ലാതെ പറയും. ഇവർ ഇസ്രായേലിനോട് പെരുമാറിയതിന് നിങ്ങൾ നോക്കുന്നേ. 2000 പൗണ്ട് ബോംബ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാശ് മേടിച്ച് പോക്കറ്റിലിട്ടു. ആര്? ജോ ബൈഡൻ. ജോ ബൈഡൻ തന്നെ പറഞ്ഞു,
ഞാനിത് തരുന്നില്ല, നിങ്ങൾ നാട്ടുകാരുടെ എന്തെങ്കിലുമെല്ലാം ബോംബിടുകയാണെന്ന് പറഞ്ഞ് അയാൾ തന്നെ കൊടുത്തില്ല, കാശ് വാങ്ങിച്ചും കഴിഞ്ഞു. നെതന്യാഹു പറഞ്ഞു ഇതെന്ത് കലാപരിപാടിയാണ്, എനിക്കെൻ്റെ വിമാനം എൻ്റെ ബോംബ് താന്ന് പറഞ്ഞു കൊടുത്തില്ല. ട്രംപ് വന്നപ്പോഴാണ് ഈ 2000 പൗണ്ട് ബോംബ് കൊടുത്തതും കൂടെ $1.2 ബില്യൺ വർത്ത് അമ്യുനേഷൻ, അതിൽ 1000 പൗണ്ട് ബോംബും ഒക്കെ ഉണ്ട്, അതെല്ലാം കൊടുക്കാൻ ട്രംപ് തീരുമാനിച്ചു. ഇങ്ങനെ പ്രാന്ത് കളിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്ക ബിസിനസ്സിൽ ഒരു തറവാടിത്തമോ വാക്ക് പാലിക്കലോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു രാജ്യമാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? F-35 ആണെങ്കിലും 36 ആണെങ്കിലും. ഇപ്പുറത്ത് ചൈന അവരുടെ J-20, J-30, J-35, J-36 എന്നൊക്കെ പറഞ്ഞിട്ട് 5th ജനറേഷൻ 6th ജനറേഷനിലൊക്കെ എത്തി നിൽക്കുകയാണ് ചൈന. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ചൈന നമ്മുടെ ശത്രുരാജ്യമൊന്നുമല്ല, പക്ഷേ മിത്രവുമല്ല. ആണോ? അല്ല. നമ്മളൊരു ബാലൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചൈനയുമായിട്ട്. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്, ഇപ്പോൾ ബംഗ്ലാദേശും കൂടെ ശത്രുവായി കഴിഞ്ഞു. ഈ 3 സ്ഥലത്ത് നിന്ന് സൈമൾട്ടേനിയസ് ആയിട്ടൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഈ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം എന്ത് ചെയ്യും? നമ്മൾ വെറുതെ വാചകം അടിച്ചാൽ പോരല്ലോ, പൊങ്ങച്ചത്തിനാണ് നമുക്കൊരു കുറവുമില്ല. റഷ്യയും നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട്, Su-57E എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ 5th ജനറേഷൻ വിമാനം. അതിന് അമേരിക്കൻ F-35നേക്കാൾ സ്പീഡ് കൂടുതലാണ്, പക്ഷേ അതൊരു ഡിഫെൻസീവ് വിമാനമാണ്, ഒഫെൻസീവ് അല്ല, അഗ്രസീവ് അല്ല. ആക്രമണത്തേക്കാൾ കൂടുതൽ പ്രതിരോധത്തിൽ ഊന്നിയാണ് അതിൻ്റെ ഡിസൈൻ. നമ്മളുമായിട്ട് സഹകരിച്ച് 2006 നമ്മൾ കരാറിട്ടതാണ് റഷ്യയുമായിട്ട്. ഈ വിമാനം നമുക്ക് ജോയിൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് 2018 നരേന്ദ്രമോദി സർക്കാർ അതിൽ നിന്ന് പിന്മാറി. കാരണം അതിന് ഈ പറഞ്ഞ സ്റ്റെൽത്ത് എന്ന് പറയുന്ന ക്വാളിറ്റി, റഡാറുകളെ വെട്ടിക്കുന്ന ക്വാളിറ്റി ഈ പറയുന്ന മാതിരി ഇല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടുകമ്പനിക്കില്ല, നിങ്ങൾ ഡെവലപ്പ് ചെയ്തോ, എന്നിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും റഷ്യ Su-57 നമുക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ പ്രയാസം എന്താ? നമുക്കൊരു പ്രയാസമുണ്ട് ഇതിൽ. 65% നമ്മളുടെ ആയുധശേഖരം, അത് വിമാനമായാലും അന്തർവാഹിനിയായാലും കപ്പലായാലും എല്ലാമായാലും, ഇത് 65% റഷ്യൻ നിർമ്മിതമാണ്. ഇത്രയധികം ഡിപ്പെൻഡൻസി ഒരു രാജ്യത്തോടാകാമോ? നമുക്ക് പാടില്ല. അതും കുറച്ച് കൊണ്ടുവരണ്ടേ? എന്നാൽ ഇത് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തമ്മിലൊരു ബന്ധം ആവശ്യമാണ്. ഓരോന്നും ഓരോ ആയുധമോ ഒരു വിമാനമോ അല്ല. മറ്റുള്ളവരും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൺട്രോളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇക്കോസിസ്റ്റം മാച്ച് ചെയ്യേണ്ട ബാധ്യതയും നമുക്കുണ്ട്. ഈ ക്രിട്ടിക്കൽ മൊമെൻറ്റിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉഴപ്പുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് വാൽചന്ദ് ഹിരാൻ ചന്ദ് എന്ന് പറയുന്ന സേട്ടുവാണ് ഇപ്പോഴത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് സ്ഥലം കണ്ടെത്തി. അതിൻ്റെ പേരന്ന് വാൽചന്ദ് ഇൻഡസ്ട്രീസ് എന്നോ മറ്റോ ആണ്, അതോ വേറെ എന്തോ പേരായിരുന്നു. അദ്ദേഹമാണ് ബാംഗ്ലൂരിൽ ഈ ഫാക്ടറി തുടങ്ങുന്നത്. അന്ന് യുദ്ധവിമാനങ്ങളുടെ മെയിൻ്റനൻസിനായിട്ട് തുടങ്ങിയ ഫാക്ടറിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നെഹ്റുവിൻ്റെ തലയ്ക്ക് പണ്ടാറടങ്ങിയ സോഷ്യലിസം കയറി പിടിച്ചല്ലോ. അപ്പോൾ ഇതെല്ലാം ദേശസാൽക്കരിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് ജോലിയൊക്കെ കൊടുത്ത്, കുറേ ഉഴപ്പന്മാർക്കും കുറേ സ്വന്തക്കാർക്കുമൊക്കെ കുളിച്ചുകൊണ്ട് താമസിക്കാനായിട്ട് കുറേ ഫാക്ടറികളിൽ ബാംഗ്ലൂരിൽ, നാസിക്കിൽ, ഇവിടെ നമ്മുടെ കാൺപൂരിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടായതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതാണ് ഇപ്പോൾ ഈ കിടന്ന് ഭൂലോക ഉഴപ്പുഴപ്പുന്നത്. വാസ്തവത്തിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വിദഗ്ധന്മാർ ഓരോന്നൊക്കെ പറയും, F-35 വാങ്ങാം, Su-57 വാങ്ങാം എന്നൊക്കെ പറയും. ഇതിനെല്ലാം ഒരു തീരുമാനമെടുക്കേണ്ടത് നമ്മളുടെ പ്രൈം മിനിസ്റ്ററാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അടിയന്തരമായിട്ട് പ്രൈവറ്റൈസ് ചെയ്യണം. മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഒരു ദോഷവും വരാൻ പാടില്ല. ഈ പറഞ്ഞ AMCA ആണെങ്കിലും തേജസ് ആണെങ്കിലും അതിൻ്റെ വർക്ക് മിന്നൽ വേഗത്തിൽ തീർക്കണം. അത് തീർക്കാൻ പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ സാധിക്കുകയുള്ളത് ടാറ്റയാവാം, ബിർളയാവാം, അംബാനിയാവാം, അദാനിയാവാം. നമുക്ക് എൻജിനീയറിംഗ് എക്സ്പെർട്ടീസിൻ്റെ യാതൊരു കുറവുമില്ല. ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്, തലയ്ക്ക് വെളിവുള്ള ആളുകളുണ്ട്,
ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്, ഓവർ ടൈം നിന്ന് ചെയ്യുന്നവർ, എല്ലാം നമുക്കുണ്ട്. പക്ഷേ ഇല്ലാത്തത് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. അതുള്ള മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ വിമാനങ്ങളുടെ പർച്ചേസിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് കാണുന്നത്. കാരണം തേജസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് അതിൻ്റെ യുദ്ധം അത് നേരെയാക്കുക, അതിന് സമയം കളയുന്നതിന് പകരം ആദ്യം ഇന്ത്യൻ എയർഫോഴ്സിന് അവർക്ക് വേണ്ട വിമാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇത് നേരെയാക്കാം എന്നായിരിക്കാം മോദി വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം HAL നേരെ ആവാൻ താമസിക്കുന്നത്. ഏതായാലും അടിയന്തരമായിട്ട് നരേന്ദ്രമോദിയോ രാജ്നാഥ് സിംഗോ മുൻകൈ എടുത്തിട്ട് HAL സ്ട്രീം ലൈൻ ചെയ്ത് നമുക്കാവശ്യമായ വിമാനങ്ങൾ നാളെയെങ്കിലും മറ്റന്നാളെയെങ്കിലും ഏറ്റവും വേഗത്തിൽ HAL തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഫോറിൻ വിമാനങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വലിയ അപകടമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ വിമാനം ഓടണമെന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറപ്പിക്കുന്ന വിമാനം പാകിസ്ഥാനെതിരെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയിലിരുന്നു കൊണ്ട് അതിൻ്റെ ദിശ മാറ്റിയിട്ട് നിങ്ങൾക്കെതിരെ തന്നെ ആക്കാനോ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെ ആക്കാനോ അമേരിക്കയ്ക്ക് സാധിക്കും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാരായി പോകും. ഇറ്റ് ഈസ് ഹൈ ടൈം മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ടേക്ക് ഇനിഷ്യേറ്റീവ്. മേക്ക് HAL ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ടു യു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ടു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്നുള്ള സ്ഥിതി വരണം. ഈ ഉഴപ്പന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താനായിട്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. രാജ്യത്തിൻ്റെ ഡിഫൻസ് ഇട്ട് നമുക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് വാങ്ങുന്നത് ഒരു തെറ്റുമില്ല. ഡിഫൻസ് എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബെഗ്, ബോറോ ഓർ സ്റ്റീൽ, അതായിരിക്കണം നമ്മുടെ പരിപാടി. അതിന് തെണ്ടിയാലും കുഴപ്പമില്ല, കടം മേടിച്ചാലും കുഴപ്പമില്ല, മോഷ്ടിച്ചാലും കുഴപ്പമില്ല. ടെക്നോളജി മോഷ്ടിക്കുന്നത് ഡിഫൻസ് ആവശ്യത്തിനാണെങ്കിൽ എന്നെപ്പോലെയുള്ള പൗരന്മാർ ആ മോഷണത്തിന് വരെ കൂട്ടുനിൽക്കും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ചാണക്യനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നാടകങ്ങൾ നിർത്തുക. ശ്രീബുദ്ധനാണ്, മഹാത്മാഗാന്ധിയാണ്, അങ്ങനെയൊന്നുമില്ല. ഡിഫൻസ് രംഗത്ത് ഇതൊന്നും ബാധകമല്ല. ഡിഫൻസ് രംഗത്ത് നിങ്ങൾക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. മിത്രങ്ങളില്ല എന്ന് വിചാരിച്ച് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് ഡിഫൻസ് സെക്ടർ. അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ നമ്മളോട് പൊറുക്കുകയില്ല. രാജ്യം വീണ്ടും ഒരു പാരതന്ത്ര്യത്തിലേക്ക് പോകുന്ന അവസ്ഥ വരും. അത് വരാതിരിക്കാൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ പതിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.